എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് അൺമാരീഡ് ആയിട്ടുള്ള ബോയ്സിനും ഗേൾസിനും +2 പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇതാ 17 ജനുവരിക്ക് സ്റ്റാർട്ടാവും. ഫെബ്രുവരി 6 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടില്ല, നോട്ടിഫിക്കേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ശ്രദ്ധിക്കുക, 17 മാർച്ചിന് എക്സാമും നടത്തും. അപ്പോൾ ജനുവരി 17 മുതൽ 6 ഫെബ്രുവരി വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് അഗ്നിവീർ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്ന. എക്സ് ഗ്രൂപ്പ്, വൈ ഗ്രൂപ്പ് അങ്ങനെ 2 ഗ്രൂപ്പുകളിലേക്ക് സെലക്ഷൻ വരുന്നുണ്ട്. പോസ്റ്റുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് ഏജ് ലിമിറ്റ് കാണാം. ജനുവരി 2, 2004 ജൂലൈ 2, 2007 ഈ പറഞ്ഞ ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ക്വാളിഫിക്കേഷൻ കാണാം. സയൻസ് സബ്ജക്റ്റ് അതർ ദാൻ സയൻസ് സബ്ജക്റ്റ്, അതായത് സയൻസ് സബ്ജക്റ്റ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം +2. ഇനി അതർ ദാൻ സയൻസ് ആണെങ്കിലും കുഴപ്പമില്ല. 2 ഗ്രൂപ്പാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ടാണ്. അപ്പോൾ സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്കറിയാം +2 സയൻസ് പാസ്സാവുക, അഗ്രിഗേറ്റ് 50% ടോട്ടൽ മാർക്ക് വേണം. പിന്നെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ മാത്രം 50% വേറെയും വേണം. ഇനിയിപ്പോൾ +2 സയൻസ് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ 3 ഇയർ ഡിപ്ലോമ കോഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് പാസ്സായും അപ്ലൈ ചെയ്യാം. അതിലും 50% അഗ്രിഗേറ്റും ഇംഗ്ലീഷിൽ മാർക്ക് വേണം. ഇനിയിപ്പോൾ അതുമല്ല, നിങ്ങൾ 2 വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് നോൺ വൊക്കേഷണൽ സബ്ജക്റ്റുകളായ ഫിസിക്സ്, മാത്സ് തുടങ്ങിയ സബ്ജക്റ്റുകളിൽ 50% അഗ്രിഗേറ്റ് മാർക്കും 50% ഇംഗ്ലീഷിൽ മാർക്കുള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ കാണാം +2 നിങ്ങൾ ഏത് സ്ട്രീം പഠിച്ചാലും അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ 50% മാർക്കും അഗ്രിഗേറ്റ് 50% മാർക്കും വേണം. അപ്പോൾ ഇങ്ങനെയാണ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഹൈറ്റ്, ആൺകുട്ടികൾക്ക് 152.5 സെൻറ്റിമീറ്ററും പെൺകുട്ടികൾക്ക് 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം, നിർബന്ധമാണ്. പിന്നെ വെയ്റ്റ് പ്രൊപ്പോർഷനേറ്റ് ടു ഹൈറ്റ് ആൻഡ് ഏജ്. പിന്നെ ചെസ്റ്റ് കാണാം. മെയിൽസിന് ആൺകുട്ടികൾക്ക് 77 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. ഇനി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ കൂടുതലും ഉണ്ടാവണം. പിന്നെ ഹിയറിംഗ് കപ്പാസിറ്റി, ഡെൻ്റലൊക്കെ മെഡിക്കൽ ടെസ്റ്റിൽ അതൊക്കെ ചെക്ക് ചെയ്യും. വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് കണ്ണിൻ്റെ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റിലുണ്ടാവും. അപ്പോൾ സാലറി നമുക്കറിയാം, അഗ്നിപഥ് സ്കീമാണ്. സാലറി ആദ്യത്തെ വർഷം 30,000 രൂപയായിരിക്കും മാസമായിട്ട് കിട്ടുക. രണ്ടാമത്തെ വർഷം 33,000, പിന്നെ മൂന്നാമത്തെ വർഷം 36,500, നാലാമത്തെ വർഷം 40,000 രൂപയാണ് മന്ത്ലി സാലറി കിട്ടുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് അലവൻസുകൾ വരുന്നുണ്ട്. നല്ലൊരു ചാൻസ് തന്നെയാണ് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളും കാണാം. ഓരോ ശരി ഉത്തരത്തിന് ഓരോ മാർക്കും, പിന്നെ 4 എണ്ണം തെറ്റിച്ച 1 മാർക്ക് നെഗറ്റീവായിട്ടും പോകും. പിന്നെ ടൈമും കാര്യങ്ങളും സിലബസും കാര്യങ്ങളും കാണാൻ നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്ത് നോക്കുക. അപ്പോൾ എക്സാം പാസ്സായാൽ പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. 1600 മീറ്റർ ഓട്ടം ആൺകുട്ടികൾ 7 മിനിറ്റിലും പെൺകുട്ടികൾ 8 മിനിറ്റിലാണ് കവർ ചെയ്യേണ്ടത്. പിന്നെ ആൺകുട്ടികൾക്ക് 10 പുഷപ്പ്, 10 സിറ്റപ്പ്, 20 സ്ക്വാട്ടപ്പ്. പെൺകുട്ടികളാണെങ്കിൽ 10 സിറ്റപ്പും 15 സ്ക്വാട്ടപ്പും എടുക്കണം. അതിനുശേഷം പിന്നെ മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് 17 ജനുവരി മുതൽ അപ്ലൈ ചെയ്യാം. ആപ്ലിക്കേഷൻ ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ താഴെ ഞാൻ കൊടുക്കാം. 17-ാം തീയതി നമ്മുടെ ചാനൽ വഴി തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെ പറ്റി വീഡിയോ ആയിട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ അറിയാത്തവർ എത്രയും പെട്ടെന്ന് നിങ്ങൾ വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അവരിലേക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ അയച്ചു കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതുപോലത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.